ലൈഫ് ബിറ്റ്വീൻ ടു വേൾഡ് വാർസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇന്റർ വാർ പീരീഡിൽ എന്തൊക്കെ ഹാപ്പൻ ചെയ്തു. ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് 1914 to 1918 വരെയാണ്. സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് 1939 to 1945. അപ്പം 1918 തൊട്ട് അതുപോലെ തന്നെ 1939 വരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ആ ഒരു ഇടയ്ക്കുള്ള പീരീഡിനെയാണ് നമ്മൾ ഇന്റർ വാർ പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th സെഞ്ച്വറിയാണ് നമ്മൾ ഇറ ഓഫ് വേൾഡ് വാർസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിനെ നമ്മൾ വാർ ടു എൻഡ് ഓൾ വാർസ് എന്നാണ് കൺസിഡർ ചെയ്തത് ഒരുപാട് ആളുകൾ. പക്ഷേ ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷ പോലുള്ള ഔട്ട്കംസ് ഒന്നും അല്ലായിരുന്നു കിട്ടിയിരുന്നത്. ബിക്കോസ് ഡ്യൂറിങ് ദ നെക്സ്റ്റ് 20 years അത് മറ്റൊരു വാറിന് കാരണമായി. കുറച്ചും കൂടെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, കുറച്ചും കൂടെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ലാർജർ സ്കെയിൽ എന്താ പറയുക ഡാമേജ് കൊണ്ടുവന്നതായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇന്റർ വാർ പീരീഡ് എന്ന് പറയുമ്പോൾ November 11, 1918 തൊട്ട് September 1, 1939 വരെയുള്ള കാലഘട്ടമാണ്. അതായത് എൻഡ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ടു ദി ബിഗിനിങ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. ആ ഇടയ്ക്കുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ഇന്റർ പീരീഡ് എന്ന് പറയുന്നത്. ഈ പീരീഡ് റിലേറ്റീവ്ലി ഷോർട്ടായിരുന്നു, പക്ഷേ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ത്രൂ ഔട്ട് ദ വേൾഡിൽ ഹാപ്പൻ ചെയ്തു, വിറ്റ്നസ് ചെയ്തു. യൂറോപ്യൻ നേഷൻ അല്ലെങ്കിൽ അത് യൂറോപ്യൻ നേഷൻസ് തമ്മിലുള്ള റൈവൽറി അല്ല എൻഡ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ മീൻ ചെയ്ത്. ഈവൻ പീസ് ട്രീറ്റീസ് ഉണ്ടായിട്ട് പോലും, സമാധാന ചർച്ചകളോ അല്ലെങ്കിൽ ഉടമ്പടികളൊക്കെ ഉണ്ടായിട്ട് പോലും പീസ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പോലും പറ്റിയില്ല. ഈ ട്രീറ്റീസ് എല്ലാം വളരെ ഹാർഷായിരുന്നു ഡിഫീറ്റഡ് കൺട്രീസിൽ. അതായത് ഡിഫീറ്റഡ് കൺട്രീസിൻ്റെ പുറത്ത് ഈ പീസ് ട്രീറ്റി ഒഴിച്ചിട്ട് ഒരു കാര്യമില്ലായിരുന്നു. ആൻഡ് ഫ്യൂച്ചർ കോൺഫ്ലിക്റ്റിന് ഈ പീസ് ട്രീറ്റീസ് പിന്നീട് കാരണമാവുകയും ചെയ്തു. എബവ് ഓൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്ന് പറയുന്നത് ഇമ്പീരിയലിസം ആയിരുന്നു. അതായിരുന്നു വാറിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യാനും പറ്റിയില്ല, ആർക്കും ഒന്നും ചെയ്യാനും പറ്റിയില്ല. റഷ്യൻ റവല്യൂഷനും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ എമർജൻസും വേൾഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. റെവല്യൂഷനെ ഫേവർ ചെയ്യുന്നവരും പിന്നെന്താണ് ഇതിൻ്റെ എഫക്റ്റിനെ ഭയക്കുന്നവരും, അങ്ങനെ രണ്ടായിട്ട് വേൾഡിനെ ഡിവൈഡ് ചെയ്തു. മോസ്റ്റ് ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് ഈ ഒരു റവല്യൂഷനെ ഭയക്കുന്നവരായിരുന്നു. ആൻഡ് അവർ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിസം എന്ന് പറയുന്നത് അവരുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റത്തിനൊരു ത്രെട്ടായി മാറുന്നതായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്തിരുന്ന സമയത്ത് പീസ് ട്രീറ്റീസ് എല്ലാം പാരീസിൽ ഒരു കോൺഫറൻസിലായിരുന്നു ഹോൾഡ് ചെയ്തിരുന്നത്. ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ലോയിഡ് ജോർജ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ ജോർജ്. ഇനി ലീഗ് ഓഫ് നേഷൻസ് എന്നും പറഞ്ഞൊരു വേൾഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു, ഇന്റർനാഷണൽ കോപ്പറേഷന് വേണ്ടിയും പീസിന് വേണ്ടിയും സെക്യൂരിറ്റിക്ക് വേണ്ടിയും. അത് ഏപ്രിൽ 1919 എഗ്രിമെന്റ് അപ്രൂവ് ആയത്. ഈ എഗ്രിമെന്റിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെമ്പർ കൺട്രീസും പീസിനെ സപ്പോർട്ട് ചെയ്യുക, അതായത് പീസ് ട്രീറ്റീസ് നടത്തുക. പക്ഷേ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലായിരുന്നു. ടു മേജർ കൺട്രീസ്, അതായത് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഫോർ മെനി ഇയേഴ്സ് ദേ വേ നോട്ട് അലൗഡ് ടു ബിക്കം ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ 1930s ആയപ്പോഴത്തേക്കും അഗ്രഷൻ തുടങ്ങി. ലീഗ് ഓഫ് നേഷൻസിന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് ആ ഒരു അഗ്രഷനെ തടയാൻ സാധിച്ചില്ല. ഇനി ട്രീറ്റി ഓഫ് വെർസാലീസ് ആണ്. ഈ ട്രീറ്റി സൈൻ ചെയ്ത് ജർമ്മനിയാണ് ആൻഡ് ഓൾസോ ദി അലൈഡ് നേഷൻസ് ഓൺ 1919 ജൂണിൽ. അപ്പോൾ അത് വേൾഡ് വാർ ഫോർമലി എൻഡ് ആയ സമയമാണ്. ടേംസ് ഓഫ് ദ ട്രീറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എല്ലാം മാറ്റി കൊടുക്കണം, ആംസ് ഉപയോഗിക്കുന്നത് തടയണം, നിർത്തണം, ആൻഡ് ഓൾസോ എല്ലാ ഓവർസീസ് കോളനീസും ഇത് ഗിവ് അപ്പ് ചെയ്യണം. ആൻഡ് ഓൾസോ ദിസ് ട്രീറ്റി ഫോഴ്സ്ഡ് ജർമ്മനി ടു സറണ്ടർ കോളനീസ് ഇൻ ആഫ്രിക്ക, ഏഷ്യ ആൻഡ് പസഫിക്. എന്നിട്ട് വാറിൻ്റെ ഗിൽറ്റ് ഇവർ അക്സെപ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ജർമ്മനി വാസ് മെയ്ഡ് ടു സൈൻ ദിസ് ട്രീറ്റി. ഇൻഫാക്ട് ഒരു ജർമ്മൻ റെപ്രസെൻറ്റേറ്റീവ് ഈ ഒരു കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യാൻ അവരെ ആരെയും ക്ഷണിച്ചിരുന്നില്ല. സോ അത് ജർമ്മൻസ് ഇതിനെ വിളിക്കുന്നത് ഡിക്റ്റേറ്റഡ് പീസ് എന്നായിരുന്നു, അവരെ കൊണ്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്തിരുന്ന പീസ് ട്രീറ്റി എന്നായിരുന്നു. ഇനി അടുത്തത് വരുന്നത് ഗ്രേറ്റ് ഡിപ്രഷനാണ്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പിൻ്റെ സുപ്രീമസി എല്ലാം ഡിക്ലൈൻഡ് ആയി. ആൻഡ് ഓൾസോ വാർ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിൻ്റെ എക്കോണമിയെ തകർത്തു. പക്ഷേ US എക്കോണമി വളരെ സ്ട്രോങ്ങറായി മാറാൻ തുടങ്ങി. ആൻഡ് ബിക്കോസ് നോ വാർ വാസ് ഫോട്ട് ഓൺ ദ US സോയിൽ, അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷനൊക്കെ ഒരുപാട് കൂടി. ഹൗവർ ഒരു ഡീക്കേഡ് ലേറ്റർ ആയപ്പോഴത്തേക്കും സീരിയസ് എക്കണോമിക് പ്രോബ്ലംസ് കൺട്രിയിൽ വന്നു. അത് യൂറോപ്പിൻ്റെ ബാക്കി എല്ലാ കൺട്രീസിലും സ്പ്രെഡായി. ഗ്രേറ്റ് ഡിപ്രഷൻ അതായിരുന്നു ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് ഡൗൺ ടൗൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ് എന്ന് പറയുന്നത്. 1929 തൊട്ട് 1939 വരെ ആയിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ. 2019-29 ഒക്ടോബറിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഹാപ്പൻ ചെയ്തു.
അങ്ങനെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഹാപ്പൻ ചെയ്യുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് 25% കൂടി, 5,000 ബാങ്ക്സ് ഔട്ട് ഓഫ് ബിസിനസ് ആയി മാറി. അപ്പോൾ US എക്കോണമിയെയും മില്യൺസ് ഓഫ് പീപ്പിളിനും അവരുടെ ജോലി നഷ്ടപ്പെട്ടു. ഫാമേഴ്സിനെ ഇത് എഫക്റ്റ് ചെയ്തു. ഫിനാൻഷ്യൽ ക്രൈസിസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് മാത്രമല്ലായിരുന്നു, യൂറോപ്പിലെ കൺട്രീസിനും അറൗണ്ട് ദ വേൾഡിനും ഇത് എക്സ്പീരിയൻസ് ചെയ്തു ഈ ഒരു ഡിപ്രഷൻ. ഹിറ്റ്ലർ ആ സമയത്ത് ജർമ്മനിയിൽ പവർ റൈസ് ചെയ്യുമായിരുന്നു. ഇതും എന്തായിരുന്നു, എക്കണോമിക് സ്ലോ ഡൗൺസ് ഹാപ്പൻ ചെയ്തു. ആൻഡ് ത്രൂ 1930s ഭയങ്കരമായിട്ട് ഇൻ്റർനാഷണലായിട്ട് ടെൻഷൻസ് ആയിരുന്നു ഈ ഒരു ഗ്ലോബൽ എക്കോണമി ഡിക്ലൈൻഡ് ആയതിനെ തുടർന്ന്. ഗ്രേറ്റ് ഡിപ്രഷൻ വളരെ ലോങ്ങസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ആയിരുന്നു ഓഫ് ദ 20th century. ആൻഡ് ഓൾസോ ഈ ഡിപ്രഷൻ ഹാർഡ്ഷിപ്പും ഹോംലെസ്നെസ്സും ഹങ്കറും എല്ലാം ഒരുപാട് ആളുകൾക്ക് ലൈഫിൽ സഫർ ചെയ്യേണ്ടി വന്നു. ആൻഡ് മൊബിലൈസിങ് ദി എക്കോണമി ഫോർ വേൾഡ് വാർ ഫൈനലി ആക്ച്വലി ക്യൂർഡ് ദി ഡിപ്രഷൻ. ഒരുപാട് പേര് ആംഡ് ഫോഴ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരുപാട് പേര് ജോലിക്ക് പോകാൻ തുടങ്ങി, ഡിഫൻസ് ജോബ്സ് ഒക്കെ കിട്ടി. അപ്പോഴത്തേക്ക് എക്കോണമിയൊക്കെ കുറച്ച് ഉഷാറാവാൻ തുടങ്ങി. ഇനി റൈസ് ആൻഡ് സ്പ്രെഡ് ഓഫ് ഫാസിസം ആണ്. പോസ്റ്റ് വാർ ഇയേഴ്സിൽ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ യൂറോപ്യൻ കൺട്രീസിലും പ്രശ്നങ്ങളാണ്. അതായത് എക്കോണമി പ്രശ്നമായി, സർവൈവേഴ്സ് ഉണ്ടല്ലോ, വാർ സർവൈവേഴ്സിന് റീസെറ്റിൽമെൻറ്റ് കൊടുക്കുന്നത് പ്രശ്നമായി, അൺഎംപ്ലോയ്മെൻറ്റ് ഒരുപാട് കൂടി. വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നത് എല്ലാ കൺട്രീസിലും ഒരുപാട് പേര് സോഷ്യലിസ്റ്റ് റെവല്യൂഷൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്തു, പക്ഷേ അവരെയൊക്കെ സപ്രസ് ചെയ്ത് കളഞ്ഞു. പിന്നെ ആൻറ്റി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ്സ് ഒക്കെ വന്നു. ഹംഗറി, പോളണ്ട്, ഇറ്റലി, പോർച്ചുഗൽ, ജർമ്മനി ആൻഡ് സ്പെയിനിൽ പോലെ. അതിനെയാണ് നമ്മൾ ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഫാസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാസിസം ഒരു ഇറ്റാലിയൻ ഒറിജിൻ ടേമാണ്. അത് മുസോളിനിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇറ്റലിയിൽ ഒരു മൂവ്മെൻറ്റ്. ഫസ്റ്റ് യൂസ് ഫോർ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ബൈ മുസോളിനി ഇൻ ഇറ്റലി. അപ്പോൾ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദീസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഡെമോക്രസിക്കും സോഷ്യലിസത്തിനും എതിരെയുള്ള ഒപ്പോസിഷൻ, പിന്നെന്താണ് ഡിക്റ്റേറ്ററിയൽ റൂളറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരുന്നു ഇത്, എക്സ്ട്രീം ആയിട്ടുള്ള നാഷണലിസ്റ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ മിലിറ്ററിസം. അപ്പോൾ അണ്ടർ ഫാസിസം എക്കോണമി ആൻഡ് അതർ പാർട്സ് ഓഫ് സൊസൈറ്റി ഹെവിലി ആൻഡ് ക്ലോസ്ലി കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ് ആയിരിക്കും. യൂഷ്വലി ഒരു അതോറിറ്റേറിയൻ കോർപ്പറേറ്റിസം ആണ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ. കമ്പനീസും വർക്കേഴ്സും എല്ലാം സപ്പോസ് ടു വർക്ക് ടുഗദർ അണ്ടർ നാഷണൽ യൂണിറ്റി. ഇപ്പോൾ ഗവൺമെൻറ് വയലൻസും പോലീസ് പവറും വെച്ച് അറസ്റ്റ് ചെയ്യാം, കില്ല് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർക്കെതിരെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. 3 ലാർജ് ഫാസിസ്റ്റ് കൺട്രീസ് ആയിരുന്നു. ഇറ്റലി മുസോളിനിയുടെ കീഴിൽ, നാസി ജർമ്മനി അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കീഴിൽ, ഫ്രാൻസിസ്കോ ഫ്രാങ്കോയുടെ കീഴിലായിരുന്നു സ്പെയിൻ ആ സമയത്ത്. ഫാസിസ്റ്റ് ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫാസിസം ആണ് ഫോളോ ചെയ്യുന്നതിനെയാണ് ഫാസിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാസിസ്റ്റ് ഗവൺമെൻറ്റ്സ് പവറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി, ഇറ്റലി, ജപ്പാനിലൊക്കെ ആയിരുന്നു, ഫോളോയിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ആൻഡ് മോസ്റ്റ് ഓഫ് ദം വെയർ ഡിഫീറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. അതുകൊണ്ട് കുഴപ്പമില്ല. ഫാസിസ്റ്റ് മൂവ്മെൻറ്റ്സ് പക്ഷേ കമ്പൈൻഡ് ആയിരുന്നു. അതായത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള നാഷണലിസം വരും. പിന്നെന്താണ്, മിലിറ്ററിസം ഭയങ്കരമായിട്ട് കാണും, അതോറിറ്റേറിയനിസവും കാണും. പിന്നെ സെനോഫോബിയ എന്ന് പറഞ്ഞൊരു സംഭവം ഫാസിസം കൊണ്ടുവന്നതാണ്. സെനോഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരേ റേസിലും കൾച്ചറിലും റിലീജിയനിലും ഐഡിയോളജിയിലും ഇല്ലാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ കാറ്റഗറിയിലൊന്നും വരാത്ത ആളുകളെ നമ്മൾ ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫീരിയർ ആയിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് അവരെ അങ്ങ് കൊല്ലാൻ തുടങ്ങും. അപ്പം ഇത് ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആണ്, ആൻറ്റി സോഷ്യലിസ്റ്റും ആണ്, ആൻറ്റി ലിബറലും ആണ് ഈ ഫാസിസം എന്ന് പറയുന്നത്. ചില റേസസ് ആണ് നമ്മുടെ റേസസിനെക്കാട്ടിലും ബെറ്റർ, ബാക്കി എല്ലാ നേഷൻസും എനിമീസ് ആണ്. മോഡേണിറ്റി, ക്യാപിറ്റലിസം, ഡെമോക്രസി, എൻലൈറ്റൻമെൻറ്റ് ഇതെല്ലാം കറപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഇവരങ്ങ് പറഞ്ഞു വരുത്തും. ഓക്കെ, പിന്നെ മൈനോറിറ്റി ഗ്രൂപ്പ്സിനെ എല്ലാം അങ്ങ് കൊല്ലും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടെറിട്ടറീസ് അല്ലെങ്കിൽ അവരെ മിലിറ്ററി ചേർത്തിട്ട് പുതിയ ടെറിട്ടറീസ് ഇവരെ കൊണ്ട് തന്നെ ഡിഫീറ്റ് ചെയ്യിപ്പിക്കും. ഇതായിരുന്നു. പിന്നെ വാറിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഇന്റർ വാർ പീരീഡിലെ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കെയോസിനെ പുതിയ രീതിയിൽ റൈറ്റേഴ്സ് എക്സ്പ്രസ് ചെയ്തു. മോഡേണിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. ഫ്രീ വേർഡ്സിൽ എല്ലാവരും എഴുതാൻ തുടങ്ങി. പിന്നെന്താണ്, ഒരു വല്ലാത്തൊരു ഡിസല്യൂഷൻമെൻറ്റ് എല്ലാത്തിനകത്തും വന്നു. അതായത് റൊമാൻറ്റിക് വ്യൂ എല്ലാം പോയി, നേച്ചറിനുള്ള ഇമ്പോർട്ടൻസ് എല്ലാം പോയി, ക്യാരക്ടേഴ്സിൻ്റെ മൈൻഡിലും അല്ലെങ്കിൽ അവരെ അലട്ടുന്ന കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഫ്രാഗ്മെൻറ്റേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു കണ്ടിന്യൂറ്റി ഇല്ലായ്മ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇൻഫ്ലുവൻസ് വന്നു. അതുപോലെ തന്നെ വാറിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ കൺഫ്യൂഷനൊക്കെ സെലിബ്രേറ്റ് ചെയ്ത ആളുകൾ എഴുതാൻ തുടങ്ങി. ഫാമിലി ലൈഫ് എല്ലാം തകർന്നു. റിലീജിയസ് ടൈസോ റിലീജിയസ് കണക്ഷനോ ഒന്നും ഇല്ലാതായി. അങ്ങനെ പിന്നെ ഹൈ മോഡേണിസമാണ് അനദർ ഫോം ഓഫ് മോഡേണിറ്റി എന്ന് പറഞ്ഞ് ഈ ഒരു ടൈമിൽ വന്നതാണ് ഹൈ മോഡേണിസം. ഒന്നുമില്ല, സയൻസിലും ടെക്നോളജിയിലും ഉള്ള ഒരു കോൺഫിഡൻസ്, സോഷ്യൽ ആൻഡ് നാച്ചുറൽ വേൾഡിനെ സയൻസിനും ടെക്നോളജിക്കും തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരു ഐഡിയ, അതാണ് ഹൈ മോഡേണിസം എന്ന് പറയുന്നത്. അപ്പോൾ 1920s, അതായത് ഇലിയട്ട്, ജെയിംസ് ജോയ്സ്, വിർജീനിയ വുൾഫ്, കാഫ്ക, അവരൊക്കെ ഈ ഒരു സമയത്ത് അവരുടെ പിവോട്ടൽ വർക്ക്സ് പബ്ലിഷ് ചെയ്തിരുന്ന സമയമായിരുന്നു. ആൻഡ് ഓൾസോ ആൻറ്റി ഹ്യൂമനിസ്റ്റ് വിഷനൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി. ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റുകൾക്ക് ഒരു ഡിസ്റിഗാർഡ് വരാൻ തുടങ്ങി.
മോസ്റ്റ് മോഡേണിറ്റി ആണെങ്കിലും ഹൈ മോഡേണിറ്റി ആണെങ്കിലും ഹ്യൂമൻ പ്രോഗ്രസിനെയും എന്താ പറയുക പൊട്ടൻഷ്യൽ ഓഫ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ പോസിറ്റീവ് ചേഞ്ച് സ്ട്രക്ചർ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഹൈ മോഡേണിറ്റിയുടെ വിഷൻസ് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. അതായത് സയൻറ്റിഫിക് ഇന്നോവേഷനിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തോളന്നായി, സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തോളന്നായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേൾഡ് വാർ II, 2 വേൾഡ് വാറിൻ്റെ ഇടയിൽ, അതായത് ഇന്റർ വാർ സമയത്ത് സംഭവിച്ചത്.